നമസ്കാരം. ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയവരെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടെ രക്ഷാപ്രവർത്തനത്തിനിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അരികെ കുടുങ്ങിയ 3 യുവാക്കളെ വ്യോമസേന രക്ഷപ്പെടുത്തിയിരുന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കൂടെയുള്ള സുഹൃത്തിന്റെ കാലിൽ മസിലു കയറി, ബിപിയും കുറഞ്ഞു. അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞത്. ഞങ്ങൾ എഴുന്നേറ്റ് തിരിച്ചു വരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ താഴെ എത്തണമെങ്കിൽ 12 കിലോമീറ്റർ സഞ്ചരിക്കണം. പിന്നെ പെട്ടെന്ന് പുഴയിൽ വെള്ളവും കൂടി. അങ്ങനെയാണ് അവിടെ കുടുങ്ങിയത്. മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു തങ്ങളുടെ യാത്രയെന്ന് അയാൾ പറഞ്ഞു. അതുവഴി പെട്ടെന്ന് പോയി നോക്കാം, അങ്ങനെയാണ് പോയത്. കഴിഞ്ഞ ദിവസം അവിടെ നിന്നൊരു മൃതദേഹം കിട്ടിയിരുന്നു. മുകളിലേക്ക് മൃതദേഹമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഞങ്ങൾ മുകളിലേക്കും തെരച്ചിൽ നടത്തുകയായിരുന്നു. അവിടെ നിന്നും 12 കിലോമീറ്റർ മുകളിലേക്ക് പോയപ്പോഴാണ് കൂടെയുള്ള ആൾക്ക് ബിപി കുറഞ്ഞത്. മറ്റൊരാൾക്ക് കാലിൽ മുറിവും പറ്റി. 2 ഭാഗത്തും മലയാണ്. ആനയുണ്ടാവും എന്നറിഞ്ഞിട്ടാണ് കുറേ ദൂരം നടന്നത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വിശന്ന് തളർന്നു പോയിരുന്നു. പോത്തുകല്ല് മുണ്ടേരി സ്വദേശികളായ സാലി, റെയ്സ്, മുഹസിൻ എന്നിവരാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം പാറയിൽ കഴിഞ്ഞ രാത്രി കുടുങ്ങിയത്. ഇവരിൽ 2 പേരെ എയർലിഫ്റ്റ് ചെയ്താണ് രക്ഷപ്പെടുത്തിയത്. റെയ്സ് മറുകരയിലേക്ക് നീന്തിയെത്തി. തങ്ങൾ പോയ ഭാഗത്ത് ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. ഒരിടത്ത് കാല് കണ്ടിരുന്നു. കൂടുതൽ തിരഞ്ഞില്ല. അപ്പോഴേക്കും വയ്യാതെയായി. വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വെള്ളച്ചാട്ട ഭാഗത്താണ് ഇവർ കുടുങ്ങിയത്. സൈന്യം ഹെലികോപ്റ്ററിലെത്തി കയർ വഴി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്ന് ഒറ്റയ്ക്ക് തിരച്ചിൽ നടത്തരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 365ആയി. ദുരന്തത്തിൽ 30 കുട്ടികൾ മരിച്ചെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലയിടത്തായി കുടുങ്ങിപ്പോയവരെ സംരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പരമാവധി ജീവൻ രക്ഷിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയെന്ന ലക്ഷ്യമായിരുന്നു ആദ്യത്തേതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ വിവിധയിടങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ 11 മൃതദേഹങ്ങൾ കണ്ടെത്തി. ജീവന്റെ തുടുപ്പുണ്ടോ എന്നറിയാൻ ഹ്യൂമൻ റെസ്ക്യൂ റഡാറും വിന്യസിച്ചിട്ടുണ്ട്. 16 അടി താഴ്ചയിൽ വരെയുള്ള സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. ചെളിയിൽ പൊതിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡൽഹിയിൽ നിന്ന് ട്രോൺ ബെയ്ഡ് റഡാർ എത്തിക്കും.